എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ആ നയൻ ടൈല് അതതിന്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് ആ സെല്ലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കുട്ടപ്പൻ പറയും, എനിക്കിപ്പൊ നിന്നോട് സംസാരിക്കാൻ സമയമില്ല. വലിയൊരു വാറ് എന്നെ നോക്കി വരുന്നുണ്ട്. ആ ഒരു വാറിന് ശേഷം ഞാൻ വീണ്ടും നിന്നെ തേടി ഇവിടേക്ക് വരും. അതിനാൽ നയൻ ടൈല് അത് ദേഷ്യപ്പെട്ട് നിലവിളിച്ചു പറയും, നിനക്കൊരിക്കലും ആ വാർ തടയാൻ കഴിയില്ല. എന്റെ ഹേറ്റ്രെഡ് അത് കൂടുതൽ ഞാൻ നിന്റെ ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിടും. നയൻ ടൈല് വീണ്ടും പറയും, നിനക്കൊരു കാര്യം അറിയോ, നീ ആക്ച്വലി ഒരു ലോലനാണ്, വെറും ഒരു പാവം ചെക്കൻ. നിന്നെ കൊണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ ഹേറ്റ്രെഡ് അത് ഇല്ലാതാക്കാൻ കഴിയില്ല. നീ പേടിച്ചിരുന്ന ആ ഒരു വാറ് അത് ഓൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ്. അവര് പരസ്പരം കൊന്ന് ആ ഒരു വൈരാഗ്യവും പകയും അതൊക്കെ തന്നെ വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്ത് മുൻപോട്ട് പോകും. നിന്നെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും അതില്ലാതാക്കാനോ കൺട്രോൾ ചെയ്യാനോ കഴിയില്ല. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാസുക അവനെ പോലെ രക്ഷിച്ച് തിരികെ കൊണ്ടുവരാൻ നിനക്ക് സാധിച്ചില്ല. ആദ്യം നീ നിന്റെ ബോഡിയിലെ ആ ഒരു ഹേറ്റ്രെഡ് അതിനെ മുഴുവൻ ഇല്ലാതാക്ക്. അതിനുശേഷം മറ്റുള്ളവരുടെ റിമൂവ് ചെയ്യാൻ പിന്നീട് ചിന്തിക്ക്. അത് കേട്ട് കുട്ടപ്പൻ അവനിപ്പോ അങ്ങനെ ടേൺ ചെയ്ത് ആ നയൻ ടൈലിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അതിന്റെ കണ്ണിന്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരും. ഉറപ്പായിട്ടും ഞാൻ സാസുകയെ തിരികെ കൊണ്ടുവരും. അവന്റെ മനസ്സിലുള്ള ഹേറ്റ്രെഡ് അത് മാത്രമല്ല, നിന്റെ മനസ്സിലെ ഹേറ്റ്രെഡും പകയും വെറുപ്പും ഒക്കെ തന്നെ ഞാൻ അബ്സോർബ് ചെയ്ത് പുറത്തു കളയും. അത് കേട്ട് ആ നയൻ ടൈല് അത് ഫുൾ ടെൻഷനാവും. അത് പറയും, നിനക്കൊരിക്കലും എന്റെ മനസ്സിലെ ഹേറ്റ്രെഡ് അത് ഇല്ലാതാക്കാൻ കഴിയില്ല. കാരണം ഈ ഒരു ഹേറ്റ്രെഡ് അത് ക്രിയേറ്റ് ആക്കുന്നത് ഞാനാണ്. നീ വലിയ മെച്ചുവർഡായിട്ട് സംസാരിച്ച എല്ലാവരും അതിൽ കൺവിൻസ്ഡ് ആവുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. അത് കേട്ട് കുട്ടപ്പൻ ചിരിക്കും. കുട്ടപ്പൻ പറയും, എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ വാർ തീർക്കണമെന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഉഷാറായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഓടും. കുട്ടപ്പൻ കുറച്ചു ദൂരം മുൻപോട്ട് ഓടി ഇപ്പൊ നയൻ ടൈലിന്റെ ലോക്ക് അത് അങ്ങനെ തുറന്നു വിടും. അതിനുശേഷം വീണ്ടും കുട്ടപ്പൻ ഇപ്പോ ആ നയൻ കോക്കു അവന്റെ മുൻപിലേക്ക് വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കുട്ടപ്പന്റെ ബോഡി കാണിക്കും. അതാണെങ്കിൽ ആ ഫൈവ് ടൈലിന്റെ ബോഡിയിൽ ബോധം കെട്ട് കിടക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ സാക്കുറ അവളാണെങ്കിൽ ഇപ്പൊ മെഡിക്കൽ കാപ്പ് ടീമിൽ നിന്ന് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് പോവാണ്. അപ്പോൾ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ ചോദിക്കും, എന്തു പറ്റി, നിനക്ക് സുഖമില്ലേ, എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടോ? അതിന് സാക്കുറ പറയും, എന്നെ പോലുള്ള ഒരുപാട് പേരെ ഇപ്പൊ ബാറ്റിൽ ഫീൽഡിൽ ആവശ്യമാണ്. സോ എന്റെ സർവീസ് അത് ഇവിടെ മാത്രം പോരാ, മറിച്ച് ആ ബാറ്റിൽ ഫീൽഡിൽ കൂടെ വേണം. ഫസ്റ്റ് കമ്പനിയും സെക്കൻഡ് കമ്പനിയും അവർ ഓൾറെഡി ഇപ്പൊ കുട്ടപ്പനെ തേടി പോയി കഴിഞ്ഞു. എനിക്കും എത്രയും പെട്ടെന്ന് നറൂട്ടോട് അടുത്തെത്തണം. ഇവിടെയുള്ള പേഷ്യൻസിനെയും എല്ലാവരെയും ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടെ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ സാക്കുരയുടെ കൂടെ തന്നെ അസിസ്റ്റന്റ് ചേച്ചി ഷിസുൻ അവളും ഇപ്പോ കുട്ടപ്പനെ തേടി പുറത്തേക്ക് പോവും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോ അവനിപ്പോ ആ ഫിഫ്ത്ത് ടൈലിനോട് പറയും, എനിക്കിനി സമയമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തേക്ക് പോകണം. അതേസമയം എയ്ത്ത് ടൈല് അതാണെങ്കിൽ ആ മോൺസ്റ്ററിന്റെ വാ അത് വലിച്ചു പിടിക്കും. എങ്ങനെയെങ്കിലും കുട്ടപ്പനെ പുറത്തു കൊണ്ടുവരാനായിരിക്കും അത് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇവിടെ ആ ടോബി അവൻ തിരിച്ചറിയും കുട്ടപ്പൻ ഫിഫ്ത്ത് ടൈലിന്റെ വയറ്റില് പെട്ടുകിടക്കുകയാണെന്ന്. ടോബി ഉടനെ അവന്റെ പവർ വെച്ച് ഫിഫ്ത്ത് ടൈലിനെയും കുട്ടപ്പനെ അവർ രണ്ടുപേരെയും അങ്ങനെ ചെയിൻ വെച്ച് പിടിച്ചു വലിക്കും. എയ്ത്ത് ടൈൽ ആണെങ്കിൽ അവൻ വീണ്ടും വീണ്ടും പറയും, കുട്ടപ്പ പുറത്തേക്ക് വാ. ആ ടോബി അവൻ ഓൾറെഡി നീ എവിടെയാ ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അവൻ അബ്സോർബ് ചെയ്യുന്നതിന് മുൻപ് നീ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വായോന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഇപ്പൊ നറൂട്ടോയെ വിളിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം കുട്ടപ്പൻ അവനിപ്പോ ബോധം വന്നു. അവൻ ചാടി എഴുന്നേറ്റ് അവന്റെ നയൻ ടൈൽ പവർ അതുപയോഗിച്ച് മോൺസ്റ്ററിന്റെ വാ അത് തുറക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര ടൈറ്റ് ആണ്, അവനെ കൊണ്ട് തുറക്കാനാവില്ല. അപ്പോഴായിരിക്കും കുട്ടപ്പനൊരു ഐഡിയ തോന്നുക, ഇവന്റെ ബോഡിയും വയറും ഒക്കെ ഫില്ലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവൻ വാ തുറക്കും. ഉടനെ കുട്ടപ്പൻ അവന്റെ മൾട്ടി ഷാഡോ ക്ലൗൺ ക്രിയേറ്റ് ചെയ്യും. അടുത്ത സെക്കൻഡ് അത് വാ തുറക്കും. കുട്ടപ്പനും അവന്റെ ക്ലൗൺസും എല്ലാവരും ഇപ്പൊ പുറത്തേക്ക് തെറിച്ചു വീഴും. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ശ്വാസം വലിച്ചു വിടും. കാരണം അവൻ സേഫ് ആയിട്ട് പുറത്തേക്ക് എത്തി. അതിനുശേഷം ആ മോൺസ്റ്റർ ഗോക്കു അവൻ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്നൊന്നായിട്ട് ആലോചിക്കും. സൺ ഗോക്കുവിന്റെ കഴുത്തിന് താഴെയായിട്ട് ഒരു റാഡ് ഉണ്ട്, അത് വേണം ആദ്യം റിമൂവ് ചെയ്യാൻ. കുട്ടപ്പനാണെങ്കിൽ സൂക്ഷ്മമായിട്ട് അതിന്റെ ബോഡിയിൽ നോക്കും. അപ്പോ കഴുത്തിന് തൊട്ടു താഴെയായിട്ട് ഇപ്പൊ ആ ഒരു റാഡ് കുട്ടപ്പൻ കണ്ടുപിടിക്കും. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ. ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും
എൻ്റെ സ്വത്ത് കുട്ടികൾ നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. ഫിഫ്ത്ത് ടൈൽ കുട്ടപ്പനോട് പറയും, എനിക്ക് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനാവില്ല. മാത്രമല്ല എനിക്കിപ്പോ എന്റെ മേലെ യാതൊരു കൺട്രോളും ഇല്ല. ഉറപ്പായിട്ടും ഞാൻ നിന്നെ അറ്റാക്ക് ചെയ്യാം. അതിന് നറൂട്ടോ പറയും, യാതൊരു കുഴപ്പമില്ല, ഉറപ്പായിട്ടും ഞാൻ ആ റാഡ് അത് പുറത്തെടുക്കുമെന്ന് പറഞ്ഞ് നറൂട്ടോ ആണെങ്കിൽ അവന്റെ 9 ടൈൽ പവർ അതുപയോഗിച്ച് ഇപ്പൊ ആ 5 ടൈലിന്റെ ദേഹത്തേക്ക് അങ്ങനെ പാഞ്ഞു കയറും. കുട്ടപ്പനാണെങ്കിൽ അതിന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് ഇപ്പൊ ആ റാഡിന്റെ തൊട്ടടുത്തെത്തും. 8 ടൈൽ പറയും, നറൂട്ടോ അതന്നെ, അത് പുറത്തേക്ക് വലിച്ചെടുക്ക്. അപ്പൊ അതേ സമയത്ത് ടോബി അവനിപ്പോ കുട്ടപ്പനെ നോക്കി ചിരിക്കും. ടോബി ആണെങ്കിൽ ആ റാഡിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെയിൻ പുറത്തേക്ക് എടുക്കും. ആ ചെയിൻ ഉപയോഗിച്ച് കുട്ടപ്പനെ പിടിച്ചു വലിച്ച് അങ്ങനെ ലോക്ക് ചെയ്യാണ്. കാക്കാഷിയും മൈഗയും അവർ രണ്ടുപേരും കുട്ടപ്പന്റെ അവസ്ഥ കണ്ട് ഷോക്കാവും. ടോബി ആണെങ്കിൽ ഫുൾ പവറില് ഇപ്പൊ കുട്ടപ്പനെ അബ്സോർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം ആ 9 ടൈൽ അതും ഇപ്പോ ഒരുപാട് വിഷമത്തില് അങ്ങനെ ഇരിക്കുകയാണ്. കുട്ടപ്പൻ അവൻ ആ ടോബിയുടെ കയ്യിൽ പെട്ടുപോയി എന്നിപ്പോ 9 ടൈൽ തീർച്ചപ്പെടുത്തും. കുട്ടപ്പനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവൻ ചെറുപ്പത്തിൽ വളർന്നു വന്നത്, അവൻ ഹൊക്കാഗെ ആവാൻ ഒരുപാട് ആഗ്രഹിച്ചത്, അതിനുശേഷം അവൻ ആദ്യമായിട്ട് ഗനിയനായി മാറിയത്, ഹൊക്കാഗെ ആദ്യമായിട്ട് കൊടുത്ത മിഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ കുട്ടപ്പന്റെ മനസ്സിലൂടെ അങ്ങനെ മിന്നിമായും. അതേസമയം ആ 9 ടൈൽ അതും ഇപ്പൊ കുട്ടപ്പനെ പതിയെ പതിയെ മനസ്സിലാക്കാൻ തുടങ്ങി. കുട്ടപ്പൻ അവന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. എല്ലാവർക്കും അവൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ആരിൽ നിന്നും അവൻ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ടാസുന മിഷനില് കുട്ടപ്പൻ അവന്റെ ജീവൻ പോലും ശ്രദ്ധിക്കാതെ ടാസുനെ പ്രൊട്ടക്ട് ചെയ്ത് ആ വില്ലന്മാരെ അടിച്ചു തകർത്ത് ടാസുനെ സേവ് ചെയ്തു. അതിനുശേഷം നറൂട്ടോ അവനെ നെജിയായിട്ട് ഫൈറ്റ് ചെയ്തത്. നെജിയോടും കുട്ടപ്പൻ ഒരേ ഒരു കാര്യം മാത്രമാണ് പറയുക, ഉറപ്പായിട്ടും ഞാനൊരു ഹൊക്കാഗെയായി മാറും. നെജി ആണെങ്കിൽ അത് കേട്ട് കുട്ടപ്പനെ പരിഹസിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ അത് ചെയ്ത് കാണിക്കേ. അതിന് നറൂട്ടോ അവൻ ഫുൾ കലിപ്പില് എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് നെജിയെ ഇട്ടിച്ച് തെറിപ്പിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് മാമൻ കുട്ടപ്പന് ട്രെയിനിങ് കൊടുത്ത് ആ റെസൻഗൺ പവർ അത് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് കുട്ടപ്പൻ ബ്രഹ്മാണ്ഡ വില്ലൻ കബൂട്ടോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യും. കബൂട്ടോ കുട്ടപ്പനോട് പറയും, നിന്റെ ഏറ്റവും വലിയ ഡ്രീം അത് ഹൊക്കാഗെ ആവുക എന്നതല്ലേ, നിന്നെ കൊണ്ട് ഇനി ഒരു ഷിനോബി പോലും ആവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ കബൂട്ടോ അവൻ കത്തിയെടുത്ത് വെട്ടും. കത്തി കുട്ടപ്പന്റെ കയ്യിൽ കൊണ്ട് ചോര തുളുമ്പി അവൻ അങ്ങനെ നിൽക്കാണ്. ഉടനെ കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് മാമൻ പറഞ്ഞു കൊടുത്ത ആ ഒരു റെസൻഗൺ പവർ അതിപ്പോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അടുത്ത സീനില് പെയിനെ ഇടിച്ച് തെറിപ്പിച്ച് ആ നാഗട്ടോയെ അവന് ഡയറക്റ്റ് ആയിട്ട് കുട്ടപ്പൻ മീറ്റ് ചെയ്യും. നാഗട്ടോ അവൻ ദേഷ്യപ്പെട്ട് കുട്ടപ്പനോട് പറയും, ഒരിക്കലും ജിറയമാമൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. ഒരു കാരണവശാലും ജനങ്ങളുടെ മനസ്സിലുള്ള ആ ഹേറ്റ്രഡ്, പക, വിരോധം അതൊന്നും തന്നെ പോവില്ല. അത് പോവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ജനങ്ങള് അവരെല്ലാം മരിക്കണം. പേടിയുള്ള പുതിയൊരു ജനതയുള്ള ലോകം അതെനിക്ക് വാർത്തെടുത്ത് അവിടെ എനിക്ക് സമാധാനം സൃഷ്ടിക്കണം. അതിന് കുട്ടപ്പൻ പറയും, ആ ഒരു സമാധാനം ഞാൻ കൊണ്ടുവരും. ഞാൻ മാമന്റെ ഒരു ട്രൂ സ്റ്റുഡന്റ് ആണ്. എന്നെ കൊണ്ട് ഉറപ്പായിട്ടും അത് കണ്ടെത്താനായിട്ട് കഴിയും. നറൂട്ടോ പറയും, മാസ്റ്റർ എഴുതിയ ഈ ഒരു നോവലിന്റെ നായകൻ അത് ഞാനാണ്, നറൂട്ടോ ഉസുമാക്കി. കുട്ടപ്പൻ അവൻ നാഗട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ പുറത്തേക്ക് വരും. കുട്ടപ്പൻ ഇപ്പോ അവന്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ശൂന്യതയാണ്. അപ്പോഴായിരിക്കും കുട്ടപ്പനെ കാക്കാഷി മാസ്റ്റർ ആള് തോളത്തെടുത്ത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക. അത്രയും നാളും കുട്ടപ്പൻ ഒറ്റപ്പെടുത്തിയ ആ ജനങ്ങൾ മുഴുവൻ നറൂട്ടോ കുട്ടപ്പനെ ഒരു ഹീറോയെ കണ്ട് അങ്ങനെ എടുത്തെറിയാണ്. കുട്ടപ്പന്റെ പേര് വിളിച്ച് ആ ഒരു ഉച്ചത്തിൽ ആർപ്പ് വിളിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. കുട്ടപ്പനാണെങ്കിൽ ആ ഒരു റാഡ് അത് വലിച്ചൂരാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. കുട്ടപ്പൻ ഇപ്പോഴും ആ ഒരു 5 ടൈലിന്റെ വയറ്റിൽ തന്നെയാണ്. അവൻ സേജ് മോഡിലേക്ക് പോയി ഒരു ക്ലൗണിനെ ഉപയോഗിച്ചാണ് ഇപ്പൊ ആ റാഡ് അത് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നത്. കുട്ടപ്പനാണെങ്കിൽ ഉള്ളിലിരുന്ന് ആ ഒരു റാഡ് അത് കണ്ടുപിടിക്കും. എന്നിട്ട് അവന്റെ പവർ എടുത്ത് അത് പുറത്തേക്ക് തള്ളും. അപ്പോഴായിരിക്കും കുട്ടപ്പന്റെ ബോഡിയിലെ ആ ഒരു 9 ടൈൽ അതിപ്പോ കുട്ടപ്പനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക. കുട്ടപ്പൻ ആ റാഡിനെ ഫുൾ പവർ എടുത്ത് പുറത്തേക്ക് തള്ളും. ഉടനെ പുറത്തുള്ള കുട്ടപ്പന്റെ ക്ലൗണ് ആ റാഡും വലിച്ചു പറിച്ച് അങ്ങനെ തെറിച്ച് താഴേക്ക് വീഴും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.